വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്കാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മുഹമ്മദ് ആഷിഖ് വിവരം അയച്ചിരുന്നു. ആഷിഖ്, ഇനി ഈ കേസിൽ തെളിവെടുപ്പ് പൂർത്തിയാവാനുണ്ടോ? അജിംസ്, തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് പോലീസിന് ഈ കേസിൽ അടുത്തതായി ചെയ്യാനുള്ളത്. 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3ലും വെവ്വേറെ തെളിവെടുപ്പ് നടത്തണം. അതിൽ ആദ്യത്തെ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 88കാരി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലെ തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. പാങ്ങോട് പോലീസ് സമർപ്പിച്ച അപേക്ഷയിന്മേലാണ് നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. ഇന്ന് കോടതിയിൽ നേരിട്ട് പ്രതിയെ ഹാജരാക്കണമെന്ന് ഇന്നലെ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പ്രകാരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്ന് 11:30യോടുകൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. കോടതിയിൽ എത്തിച്ച് ഉടനെ തന്നെ കേസ് പരിഗണിക്കുകയും അപേക്ഷ പരിഗണിക്കുകയും അപേക്ഷയിന്മേൽ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടാൻ ചെയ്തു. ഇപ്പോൾ നിലവിൽ പ്രതിയെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് ഒരു പക്ഷേ തെളിവെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയുണ്ടാവുകയില്ല. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നാണ് പോലീസ് പറയുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പാങ്ങോട് പോലീസ് പോകും. നാളെ പൂർണ്ണമായി ഈ പാങ്ങോട് കൊലപാതകം നടത്തിയ സ്ഥലത്തും കൂടാതെ ആയുധം മേടിച്ചത്, പണം, ഈ മാല പണയപ്പെടുത്തി പണം എടുത്ത സാമ്പത്തിക സ്ഥാപനം എന്നിങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം കൊണ്ടുപോയി നേരിട്ട് തെളിവെടുപ്പ് നടത്തുക എന്നതാണ് പോലീസ് ആലോചിക്കുന്നത്. നാളെ രാവിലെ തൊട്ട് നാളെ മുഴുവൻ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തെളിവെടുപ്പ് ആയിരിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ആ രീതിയിലുള്ള ഒരുക്കങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് 2 കേസുകൾ കൂടി ഉണ്ട് ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട്. അതിൽ മറ്റ് മാതാവിനെ ആക്രമിച്ചതും കൂടാതെ സഹോദരൻ അഫ്സാനെയും കൂട്ടുകാരി ഫർസാനെയും കൊലപ്പെടുത്തിയതുമായ ഒരു കേസ്, അത് വെഞ്ഞാറമൂട് പോലീസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വെഞ്ഞാറമൂട് പോലീസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3ാമത്തെ കേസ് പിതാവിന്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലാണ്. ഈ 2 കേസുകളിൽ കൂടി തെളിവെടുപ്പ് നടത്തണം. അതിനുവേണ്ടി സെപ്പറേറ്റ് മറ്റൊരു കസ്റ്റഡി അപേക്ഷ കൂടി നൽകി അതിൽ കസ്റ്റഡി എടുക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. ഏതായാലും ഇപ്പോൾ റിമാൻഡ് 14 ദിവസത്തെ റിമാൻഡിനായിരുന്നു കോടതി കൊലപാതകം നടന്നതിനെ തുടർന്ന് അഫാനെ വിട്ടിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 9 ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. ബാക്കി 5 ദിവസം കൂടിയാണ് റിമാൻഡിൽ ഉള്ളൂ. അത് റിമാൻഡ് കാലാവധി നീട്ടുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ പോലീസിന് പൂർത്തിയാക്കാനുണ്ട്. ഏതായാലും ഇപ്പോൾ കസ്റ്റഡി ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വേഗത്തിൽ തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്.